ഹലോ ഡിയേഴ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്. 5-ൽ ഡിജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡിജാങ്കോ. Django is a Python framework that makes it easier to create websites using Python. Python പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഡിജാങ്കോ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഡിജാങ്കോ വാസ് ഇൻവെൻറ്റഡ് ബൈ ലോറൻസ് ജേണൽ വേൾഡ് in 2023. Its latest official version is 5.0.1. ലോറൻസ് ജേണൽ വേൾഡ് എന്ന് പറയുന്ന ആളാണ് 2003-ൽ ഡിജാങ്കോ ഇൻവെൻറ്റ് ചെയ്തത്. ഇതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ, ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 5.0.1 ആണ്. Django is especially helpful for database-driven websites. എന്തിനാണ് ഡിജാങ്കോ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ. കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് ഡ്രിവൺ വെബ്സൈറ്റുകൾ, ഒരു വെബ്സൈറ്റ്സിൻ്റെ ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അവയുമായിട്ട് വളരെ ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജാങ്കോ ഉപയോഗിക്കുന്നത്. ഡിജാങ്കോ ഫോളോസ് MVT ഡിസൈൻ പാറ്റേൺ ആയിട്ട് ഡിജാങ്കോ ഉപയോഗിക്കുന്നത് MVT ആണ്. MVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്. വാട്ട് ഈസ് മോഡൽ? ദി ഡാറ്റ യു വാണ്ട് ടു പ്രസൻറ്റ്, യൂഷ്വലി ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. നമുക്കൊരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ഡാറ്റാബേസിൽ നിന്നാണ് സാധാരണ ഡാറ്റയെ എടുക്കുക. അതിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a request handler that returns the relevant template and content based on the request from the user. യൂസർ HTTP പോലെയുള്ള റിക്വസ്റ്റുകൾ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിക്വസ്റ്റ് ഹാൻഡ്ലർ. അതാണ് നമുക്ക് വേണ്ടുന്ന ഡാറ്റയെ ഒരു ടെംപ്ലേറ്റ് വഴി വെബ് ബ്രൗസറിൽ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ഹാൻഡ്ലറാണ് ആക്ച്വലി വ്യൂ എന്ന് പറയുന്നത്. ദെൻ ടെംപ്ലേറ്റ്. വാട്ട് ഈസ് ടെംപ്ലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ടെക്സ്റ്റ് ഫയൽ containing the layout of the web page with a logic on how to display the data. ഡാറ്റയെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ലേ ഔട്ട് നമ്മൾ HTML ഫയൽ വഴിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. വൈ ഡിജാങ്കോ? എന്തുകൊണ്ട് ഡിജാങ്കോ ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഡിജാങ്കോ ഈസ് എ റാപ്പിഡ് വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക് that can be used to develop fully fleshed web applications in a short period of time. വളരെ ചെറിയ ടൈമിൽ നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഈ ഡിജാങ്കോ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇനി എന്താണ് ഫ്രെയിംവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക് ഈസ് എ സെറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് ടൂൾസ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ടു ബിൽഡ് and manage web applications, web services and websites, as well as to develop application programming interface or APIs. നമുക്ക് APIസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെബ് സർവീസസോ വെബ് ആപ്ലിക്കേഷൻസോ ഒക്കെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റിസോഴ്സസും ടൂൾസും ഒക്കെ ഒരു ബണ്ടിലായിട്ട് വരുന്നതിനെ നമുക്ക് ഫ്രെയിം വർക്ക് എന്ന് പറയാം. It is very easy to switch a database in Django framework. വളരെ പെട്ടെന്ന് നമുക്ക് ഡിജാങ്കോ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ഡിജാങ്കോ ഫ്രെയിംവർക്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റാബേസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇറ്റ് ഹാസ് എ ബിൽറ്റ് ഇൻ അഡ്മിൻ ഇൻ്റർഫേസ് വിച്ച് മേക്സ് ഈസി ടു വർക്ക് വിത്ത് ഇറ്റ്. നമുക്ക് ഈ ഡിജാങ്കോ ഒക്കെ ഒരു അഡ്മിൻ ഇൻ്റർഫേസ് ഉണ്ട്. ആ അഡ്മിൻ ഇൻ്റർഫേസ് ബിൽറ്റിൻ ആണ്. അതായത് ഡിജാങ്കോയുടെ ഡെവലപ്മെൻറ്റ് ടൈമിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനും, അതായത് ഡിജാങ്കോ ഫ്രെയിംവർക്കിനെ മാനേജ് ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും കഴിയും. ഡിജാങ്കോ ഈസ് എ ഫുള്ളി ഫങ്ഷണൽ ഫ്രെയിംവർക്ക് ദാറ്റ് റിക്വയേഴ്സ് നത്തിങ് എൽസ്. അവിടെ ഫുള്ളി ഫങ്ഷണബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അതുകൊണ്ട് വേറെ ഒന്നിൻ്റെയും അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്.
അതങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഹാസ് thousands of additional packages available. It is very scalable. അവിടെ thousands of packages അവൈലബിൾ ആണ്, ബിൽറ്റ് ഇൻ പാക്കേജസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സർവീസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. എങ്ങനെയാണ് പൈത്തൺ SQLite ഇൻ്റഗ്രേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ സിലബസ് പ്രകാരം SQLiteമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസ് ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. അതായത് പൈത്തണിൽ ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് SQLite ആണ്. അതുകൊണ്ട് തന്നെ പൈത്തൺ SQLite എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താമെന്നുള്ളതാണ്. Python SQLite 3 module is used to integrate the SQLite database with Python. SQLite 3 module ഉപയോഗിച്ചുകൊണ്ടാണ് പൈത്തണിനെയും SQLite ഡാറ്റാബേസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ടിവിറ്റി നടത്തുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് പൈത്തൺ DB API 2.0 and provides a straightforward and a simple to use interface for interacting with the SQLite databases. ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പൈത്തൺ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് ആണ്. അതിൻ്റെ വേർഷൻ 2.0 എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SQLite ഡാറ്റാബേസും പൈത്തണുമായിട്ട് ഇൻട്രാക്ടിവിറ്റി നടത്തുന്നത്. There is no need to install this module separately as it comes along with Python after the 2.5x version. ഇവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മൊഡ്യൂൾ ഇൻസ്റ്റലേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. 2.5 മുകളിലുള്ള എല്ലാ വേർഷനുകളിലും പൈത്തൺ ഇത്തരത്തിലുള്ള ഒരു മൊഡ്യൂൾ അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് SQLite ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ സെർവർലെസ് ആണ്. Then second one self-contained, third one zero configuration, fourth one transactional, then fifth one single database. ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ബട്ട് ഈ സെർവർലെസ് നോക്കൂ, നമ്മൾ വാമ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അപ്പാഷെ സെർവർ ഉപയോഗിച്ചുകൊണ്ടാണ് PHP അതേപോലെ തന്നെ MySQL സെർവറിനെ അല്ലെങ്കിൽ PostgreSQL സെർവറിനെ MariaDB പോലെയുള്ള ഡാറ്റാബേസുകളെയൊക്കെ നമ്മൾ കണക്ടിവിറ്റി നടത്തിയിട്ടുള്ളത്. ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്ന SQLite ഒരു സെർവർലെസ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ് എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SQLite does not require a server to run. അതിന് റൺ ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു സെർവറിൻ്റെ ആവശ്യമില്ല. SQLite database is joined with the application that access the database. നോക്കൂ, SQLite ഡാറ്റാബേസ് ആപ്ലിക്കേഷനുമായിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. SQLite database read and write directly from the database files stored on disk and applications interact with that SQLite databases. നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ നമുക്ക് SQLite ഡാറ്റാബേസസ് ഉപയോഗിച്ചുകൊണ്ട് കഴിയും. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം 2 ഡൊമൈനുകൾ അവിടെ ഉണ്ട് എന്ന് പറയാം. ഫ്രണ്ട് എൻഡിൽ അവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ദെൻ കണക്ടർ ഉണ്ട്. ഇനി ബാക്ക് എൻഡിൽ ഒരു ഡാറ്റാബേസ് ഫയൽ ഉണ്ട്, അല്ലെങ്കിൽ അത് SQLite ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അങ്ങനെ ഉള്ള ഒരു 2 എൻഡുകളിൽ നിൽക്കുന്ന ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ആപ്ലിക്കേഷൻ, ദെൻ അതിലൊരു കണക്ടർ ഉണ്ട്. ഈ കണക്ടർ വഴി നമുക്ക് ഡാറ്റാബേസുമായിട്ട് ഡയറക്റ്റ്ലി റീഡ് റൈറ്റ് പോലെയുള്ള ഓപ്പറേഷനുകൾ നടത്താമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ self-contained എന്നുള്ളതാണ്. SQLite is self-contained means it does not need any external dependencies like an operating system or external library. അതായത് ഇതൊരു self-contained ആണ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയോ ലൈബ്രറിയെയോ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഇതിന് റൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് കഴിയും, അല്ലെങ്കിൽ ഡാറ്റാബേസ് ട്രാൻസാക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. These features of SQLite help especially in embedded devices like iPhones, Android phones, game consoles,
handheld media players etc. നോക്കൂ ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ എംബഡഡ് ഡിവൈസസുകളിലേക്ക്, അതായത് ഐഫോൺ പോലെയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗെയിം കൺസോൾസ് ആവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് വെയറബിൾ ആയിട്ടുള്ള മീഡിയ പ്ലേയേഴ്സോ ഏതെങ്കിലും തരത്തിലുള്ള വെയറബിൾ ഡിവൈസസോ എന്തോ ആവട്ടെ, ഇത്തരം ഡിവൈസസുകളിലെല്ലാം തന്നെ ഈ ഒരു SQL ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റാബേസ് ട്രാൻസാക്ഷനുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. സീറോ കോൺഫിഗറേഷൻ ആണ് നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് നോ സെറ്റപ്പ് ഓർ അഡ്മിനിസ്ട്രേഷൻ നീഡഡ് ബിക്കോസ് ഓഫ് ദി സെർവർലെസ് ആർക്കിടെക്ചർ. യു ഡോണ്ട് നീഡ് ടു ഇൻസ്റ്റാൾ SQL ലൈറ്റ് ബിഫോർ യൂസിങ് ഇറ്റ്. നോക്കൂ, സീറോ കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കോൺഫിഗറേഷൻ അവിടെ നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. നോക്കൂ, അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഇൻസ്റ്റലേഷനുകളോ ഈ SQL ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇതൊരു സെർവർലെസ് ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. There is no server process that needs to be configured, started and stopped. നമുക്കറിയാം PHP MySQL ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ അവിടെ ആദ്യം അപ്പാഷെ സെർവർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ സെർവർലെസ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് SQL ലൈറ്റിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നതോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടുന്നതോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫിഗറേഷൻ നടത്തേണ്ടതോ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷണലാണ്. നമ്മൾ ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എക്സിക്യൂഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആസിഡ് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. SQL ലൈറ്റ് ഈസ് ട്രാൻസാക്ഷണൽ means they are atomic, consistent, isolated and durable. നോക്കൂ, എല്ലാ തരത്തിലുള്ള ആസിഡ് പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ആസിഡ് ഫീച്ചേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ആണ് SQL ലൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓൾ ചേഞ്ചസ് വിത്തിൻ എ ട്രാൻസാക്ഷൻ take place completely or not at all, even when an unexpected situation like application crash, power failure or operating system crash occurs. നോക്കൂ, നമ്മൾ നേരത്തെ ആസിഡ് പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രാഷസോ അല്ലെങ്കിൽ പവർ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രാഷസോ ഒക്കെ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആസിഡ് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാബേസാണ് SQL ലൈറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ദെൻ സിംഗിൾ ഡാറ്റാബേസ്. SQLite is a single database. That means it allows a single database connection to access multiple database files simultaneously. ഒരേ സമയം ഒരു മൾട്ടിപ്പിൾ ഡാറ്റാബേസസിനെ ആക്സസ് ചെയ്യാൻ ഒരു സിംഗിൾ ഡാറ്റാബേസ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് SQL ലൈറ്റിൽ പോസിബിൾ ആണ് എന്നുള്ളതാണ്. These features brings many nice features like joining tables in different databases or copying data between databases in a single command. നമുക്കൊരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസിൽ നിന്ന് കോപ്പിയിങ് നടത്താനോ അല്ലെങ്കിൽ ടേബിളുകൾ പരസ്പരം ജോയിനിങ് നടത്താനോ ഒക്കെ ഇതൊരു സിംഗിൾ ഡാറ്റാബേസ് എന്നുള്ള ഫീച്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് സാധ്യമാണ്. SQL Lite also uses dynamic types for tables. It means you can store any value in any column regardless of the data type. നമുക്ക് ഡാറ്റ ടൈപ്സ് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ പറയുകയാണ്, ഇവിടെ ഏതെങ്കിലും ഒരു റോയിലോ അല്ലെങ്കിൽ കോളത്തിലോ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ വാല്യൂസ് എന്ത് വരുന്നു എന്നുള്ളതിനെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്തരത്തിലുള്ള ഡാറ്റയെയും ഏത് തരത്തിലുള്ള ഡാറ്റയെയും നമുക്ക് ഇവിടെ ടേബിളിലേക്ക് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറയുന്നു SQL Lite is also uses dynamic types for tables എന്ന്. നെക്സ്റ്റ് SQL Lite ഡാറ്റ ടൈപ്സ് ആണ്. നോക്കൂ, 5 types of ഡാറ്റ ടൈപ്സ് ആണ് SQL Lite ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, null. What is null? It is an empty value. The value is null, a null value.
ഒരു നൾ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. സെക്കൻഡ് വൺ ഇൻറ്റിജർ ആണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ദി വാല്യൂ ഈസ് സൈൻഡ് ഇൻറ്റിജർ. അവിടെ ഒരു സൈൻഡ് ഇൻറ്റിജറിനെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. നോക്കൂ, അതിൻ്റെ 1 to 8 byte ഡിപ്പെൻഡിങ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വാല്യൂ എന്നാണ് അതിൻ്റെ സ്റ്റോറേജ് സൈസ് പറയുന്നത്. അപ്പോൾ അത് 1 മുതൽ 8 ബൈറ്റ്സ് വരെ അതിൻ്റെ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സൈൻഡ് ഇൻറ്റിജർ ആണോ അതിലേക്ക് വരുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ മെമ്മറി അലോക്കേഷൻ നടത്തിക്കോളും. Then third one, real. The value is a floating point value stored as an 8 byte floating point number. 8 bytes ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ റിയൽ വാല്യൂസിനെ അതല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ ഫോർത്ത് വൺ, ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ ദി വാല്യൂ ഇസ് എ ടെക്സ്റ്റ് സ്ട്രിങ് സ്റ്റോർഡ് യൂസിങ് ദി ഡാറ്റാബേസ് എൻകോഡിംഗ്. ഡാറ്റാബേസ് എൻകോഡിംഗ് ടൈപ്സുകൾ പലതുണ്ട്. അതിൽ UTF-8 ഉണ്ട്, UTF-16, 32 പോലെയുള്ള പലതരത്തിലുള്ള യൂണിക്കോഡ് എൻകോഡിംഗ് സ്കീമുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള എൻകോഡിംഗ് സ്കീമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിങ്ങിനെ നമുക്കൊരു ടേബിളിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ ഫീൽഡിനെ നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പോട് കൂടി സ്പെസിഫൈ ചെയ്താൽ മതിയാവും. ദെൻ ഫിഫ്ത്ത് വൺ, ബ്ലോബ് എന്നുള്ളതാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. ബൈനറി ലാർജ് ഒബ്ജക്റ്റ് സ്റ്റോറേജ് ഫയൽ, അല്ലെങ്കിൽ സ്റ്റോർ എന്നാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ഫയൽസിൻ്റെ സ്റ്റോറേജിങ് നടത്താൻ വേണ്ടിയിട്ട് കഴിയും, ഇമേജസിൻ്റെ സ്റ്റോറേജിങ് നടത്താൻ വേണ്ടിയിട്ട് കഴിയും, വീഡിയോൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലാർജ് ഒബ്ജക്ട്സിൻ്റെയോ ഒക്കെ സ്റ്റോറേജിങ് അല്ലെങ്കിൽ ഹോൾഡിങ് നമുക്ക് ബ്ലോബ് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് SQLite സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് താഴെ ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് നോ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഇൻ SQLite. SQLite ബൂളിയൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ബൂളിയൻ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക? നോക്കൂ, ബൂളിയൻ വാല്യൂസ് ആർ സ്റ്റോർഡ് ആസ് ഇൻറ്റിജേഴ്സ് 0 and 1. നോക്കൂ, ഈ ബൂളിയൻ വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആയിരിക്കും. അതിൽ നമുക്ക് 0യോ അല്ലെങ്കിൽ 1ഓ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഹോൾഡിങ് നടത്താം. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് 1 മുതൽ 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആയിരിക്കും അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ ആൻഡ് ദർ ഈസ് നോ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് ഇൻ SQLite. SQLite ഡേറ്റ് ടൈം ഡാറ്റ ടൈപ്പും ഇല്ല എന്ന് പറയുന്നു. ഇനി എങ്ങനെയായിരിക്കും അതിനെ ഹോൾഡ് ചെയ്യുക? നോക്കൂ, SQLite ഈസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് ഡേറ്റ്സ് ആൻഡ് ടൈംസ് ആസ് ടെക്സ്റ്റ്, റിയൽ ഓർ ഇൻറ്റിജർ വാല്യൂസ്. നോക്കൂ, ഡേറ്റ് ടൈമിന് നമുക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാം, അതല്ലെങ്കിൽ റിയൽ ആയിട്ട് ഹോൾഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നു 5 ഡാറ്റ ടൈപ്പുകൾ മാത്രമേ SQLite-നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ SQLite ആൾസോ യൂസേഴ്സ് ഡൈനാമിക് ടൈപ്പ് ഫോർ ടേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡൈനാമിക് ടൈപ്പ് ഓഫ് ഡാറ്റയെ നമുക്ക് അവിടെ ടേബിൾസ് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്നത് ഈ ഒരു നോട്ട് വായിക്കുമ്പോഴാണ്. അതായത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഇല്ല, അതേപോലെ തന്നെ ഡേറ്റ് ടൈം ഡാറ്റ ടൈപ്പും ഇല്ല. പക്ഷെ അതിന് നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പിനെ ഇൻറ്റിജേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ഡേറ്റ് ടൈം ഡാറ്റ ടൈപ്പായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ഡാറ്റയെ നമുക്ക് ടെക്സ്റ്റോ റിയലോ അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂസോ ഉപയോഗിച്ചും റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നോക്കൂ, SQLite ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഇൻ പൈത്തൺ. പൈത്തണിൽ എങ്ങനെയാണ് SQLite ഡാറ്റാബേസ് ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ്. To perform basic SQL functions using Python, we first need to import the SQL module into our code. നോക്കൂ, ആദ്യം നമ്മൾ SQL ഫങ്ഷൻസിന് അല്ലെങ്കിൽ SQL queries ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, SQLite മൊഡ്യൂളിനെ എവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം, നമ്മളുടെ പൈത്തണിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. This is done using the command import /SQLite 3. നമ്മൾ നേരത്തെ പറഞ്ഞു SQLite 3 ആണ് നമ്മൾ മൊഡ്യൂളായിട്ട് പൈത്തണിൻ്റെ കൂടെ വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു.
നോക്കൂ, അത്തരത്തിലുള്ള SQLite 3നെ നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കോഡിലേക്ക് അല്ലെങ്കിൽ പൈത്തൺ കോഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. Then commonly used SQL statement in SQLite. SQLiteൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള SQL queries ഒട്ടുമിക്കതും നമുക്ക് അതേപോലെ SQLiteൽ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മളത് നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്തതും അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് ലാബ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയുന്നില്ല, ജസ്റ്റ് പറയുന്നു create database. It creates a new database. Alter database modifies a database. അല്ലേ, alter database ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റാബേസിനെ മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. Then create table creates a new table. പുതിയ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Alter table modifies a table. ഒരു ടേബിളിൻ്റെ മുകളിലുള്ള മോഡിഫിക്കേഷൻ ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആൾട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആൾട്ടർ ടേബിൾ ഉപയോഗിക്കുന്നത്. ഡ്രോപ്പ് ടേബിൾ, ഇറ്റ് ഡിലീറ്റ്സ് എ ടേബിൾ, ഒരു ടേബിളിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സെലക്ട് എക്സ്ട്രാക്ട്സ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്, ഒരു ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ക്വറി ഉപയോഗിക്കുന്നത്. ദെൻ ഇൻസേർട്ട് ഇൻ ടു, നമുക്കറിയാവുന്നതുപോലെ ഡാറ്റാബേസിലേക്ക് പുതിയ ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻസേർട്ട് ഇൻ ടു ക്വറി ഉപയോഗിക്കുന്നത്. ദെൻ അപ്ഡേറ്റ്സ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്, ഡാറ്റാബേസിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ റോയുടെ മൊത്തമായിട്ടോ ഒക്കെയുള്ള അപ്ഡേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ക്വറി ഉപയോഗിക്കുന്നത്. ദെൻ ഡിലീറ്റ്, ഇറ്റ് ഡിലീറ്റ്സ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്, ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് എന്ന് പറയുന്ന ക്വറി ഉപയോഗിക്കുന്നത്. നോക്കൂ, അത്രയും ക്വറീസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. നോക്കൂ, ഇനി എങ്ങനെയാണ് ഒരു SQLite ഡാറ്റാബേസ് പൈത്തണുമായിട്ട് അല്ലെങ്കിൽ ഡിജാങ്കോ ഫ്രെയിം വർക്കിൽ കണക്ടിവിറ്റി നടത്തുക എന്നുള്ളതാണ്. നോക്കൂ, ടു കണക്ട് എ ലോക്കൽ ഡാറ്റാബേസ് ഓൺ യുവർ കമ്പ്യൂട്ടർ യൂസ് import SQL3 const equal to SQL3 dot connect of database dot SQLite cursor equal to con dot cursor of, then print opened database successfully. നോക്കൂ, ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ലൈൻസോട് കൂടിയുള്ള ഒരു കോഡ് സെഗ്മെൻ്റാണ് തന്നിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് SQLite ഡാറ്റാബേസിന് പൈത്തണുമായിട്ട് കണക്ടിവിറ്റി നടത്താം. അതിനാദ്യം വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റോട് കൂടി SQLite 3 എന്ന് പറയുന്ന മൊഡ്യൂളിനെ നമ്മൾ നമ്മളുടെ കോഡിലേക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ പിന്നീട് ചെയ്യേണ്ടത് കണക്ട് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് SQL3 എന്ന് പറയുന്ന മൊഡ്യൂളിലെ കണക്ട് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോൺ എന്ന് പറയുന്ന വേരിയബിളിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നോക്കൂ, കണക്ട് ഓഫ് മെത്തേഡിൽ ഒരു ആർഗ്യുമെൻ്റ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്, സിംഗിൾ ക്വാഡ്സിൽ ഡാറ്റാബേസ് ഡോട്ട് SQLite. നോക്കൂ, ഇവിടെ SQLite എന്ന് പറയുന്ന ഡാറ്റാബേസിന് മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസുമായിട്ടാണ് കണക്ടിവിറ്റി നടത്തുന്നത്. ആ ഡാറ്റാബേസിൻ്റെ പേരാണ് ഡാറ്റാബേസ് ഡോട്ട് SQLite എന്ന് പറയുന്നത്. ദെൻ കഴ്സർ ഈക്വൽ ടു കോൺ ഡോട്ട് കഴ്സർ ഓഫ്. നോക്കൂ, അനദർ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന കണക്ഷൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴ്സർ ഓഫ് കോൾ ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ നമുക്ക് കഴ്സർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഈ കഴ്സർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് സെറ്റാണ്. നമുക്കത് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കഴ്സർ എന്ന് പറയുന്നത് ഒരു റിസൾട്ട് സെറ്റാണ്. നോക്കൂ, ഇത്രയും ചെയ്യുന്നതോടുകൂടി ഡാറ്റാബേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ആ ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് കഴിയും. ടു കണക്ട് ടു എ ലോക്കൽ ഡാറ്റാബേസ് SQLite 3 ഡോട്ട് കണക്ട് ഓഫ് മെത്തേഡ് ഈസ് യൂസ്ഡ്. ഒരു ലോക്കൽ ഡാറ്റാബേസ് ആണ് ഡാറ്റാബേസ് ഡോട്ട് SQLite എന്ന് പറയുന്നത്. ഈ ലോക്കൽ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ടാണ് SQLite 3 ഡോട്ട് കണക്ട് ഓഫ് മെത്തേഡ് കോൾ ചെയ്തിട്ടുള്ളത്.
Then cursor is conceptual objects used so that programmers can think of the result set as a iterator. നമുക്ക് ഒരു ഐട്രേറ്റർ ആയിട്ട്, അതായത് ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ താൽക്കാലികമായിട്ട് ഡാറ്റയെ എടുത്തു വെക്കുന്നത് ഈ കഴ്സർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്ച്വൽ ഒബ്ജക്റ്റിലേക്കാണ്. ഈ കൺസെപ്ച്വൽ ഒബ്ജക്റ്റിൽ നിന്ന് ഐട്രേറ്റീവ് മാനറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ എടുക്കാം. അതുകൊണ്ട് ഈ കഴ്സറിനെ നമുക്ക് റിസൾട്ട് സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ക്രിയേറ്റിംഗ് എ ടേബിൾ. എങ്ങനെയാണ് SQLite ഒരു ടേബിൾ ക്രിയേഷൻ നടക്കുന്നത്, അതിനുള്ള കോഡ് എങ്ങനെ എഴുതാമെന്നുള്ള. ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ യുവർ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് യൂസ് കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് ഓഫ്. നോക്കൂ, ഇവിടെ ഒരു ടേബിൾ ക്രിയേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കഴ്സർ എന്ന് പറയുന്ന ആ റിസൾട്ട് സെറ്റിൻ്റെ മുകളിൽ എക്സിക്യൂട്ട് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്യണം. അങ്ങനെ എക്സിക്യൂട്ട് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് ടേബിൾ ക്രിയേഷന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ക്വറി എന്താണോ അതിൻ്റെ എക്സിക്യൂഷൻ നടന്നുകൊള്ളും. നമുക്കിവിടെ ട്രിപ്പിൾ സിംഗിൾ കോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ടേബിളിൻ്റെ ക്വറി എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം തന്നെയാണ്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ ID ഇൻറ്റ് പ്രൈമറി കീ നോട്ട് നൾ നെയിം ടെക്സ്റ്റ് നോട്ട് നൾ ഏജ് ഇൻറ്റ് നോട്ട് നൾ. നമുക്ക് 3 ഫീൽഡുകളാണുള്ളത്. ഒന്ന് ID ആണ്, രണ്ടാമത്തെ നെയിമാണ്, ദെൻ ഏജ് ആണ്. ഈ 3 ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എംപ്ലോയി ടേബിളിൽ 3 ഫീൽഡുകളാണ് ID, നെയിം, ഏജ് എന്ന് പറയുന്നത്. നോക്കൂ, IDയുടെ പ്രത്യേകത, ID എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, അതോടൊപ്പം പ്രൈമറി കീ ആണ്. ദെൻ നോട്ട് നൾ എന്ന് പറഞ്ഞാൽ അത് നൾ അല്ല, അതായത് നൾ വാല്യൂ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ദെൻ നെയിം അടുത്ത ഫീൽഡാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ്. അതും ഇതേപോലെ നോട്ട് നള്ളാണ്, നള്ളാവാൻ പാടില്ല. ദെൻ ഏജ് എന്ന് പറയുന്നത് അത് ഇൻറ്റിജർ ആണ്, അത് നോട്ട് നള്ളാണ്. നോക്കൂ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു സെമി കോളൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ട്രിപ്പിൾ കോഡ്സ് അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ട്രിപ്പിൾ കോഡ്സ് എന്തിനാണെന്ന് നമുക്ക് അറിയാം അല്ലേ, അതായത് മൾട്ടി ലൈൻ കമൻറ്റിങ് ആണ്. നോക്കൂ, എക്സിക്യൂട്ട് ഓഫ് മെത്തേഡിൽ ഇങ്ങനെ ട്രിപ്പിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു സ്ട്രിങ് ആയിട്ട് പരിഗണിക്കുകയും അതിൻ്റെ എക്സിക്യൂഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് ഓഫ് എന്ന് പറയുന്നതിന് ഉള്ളിലാണ് ഇത്തരത്തിലുള്ള ക്വറീസ് നമ്മൾ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കഴ്സർ ഡോട്ട് ക്ലോസ് ഓഫ് കൊടുത്തിരിക്കണം. അതോടുകൂടി അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി, ആ ഒരു കണക്ടിവിറ്റി അവിടെ ക്ലോസും ആയി. അങ്ങനെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് വാല്യൂസ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇൻസേർട്ട് ക്വറി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. നോക്കൂ, ടു ഇൻസേർട്ട് വാല്യൂസ് ടു എ ടേബിൾ ഇൻ യുവർ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് യൂസ് ഇമ്പോർട്ട് SQL3 cons equal to SQL3 dot connect of database dot SQLite cursor equal to con dot cursor of. നോക്കൂ, cursor dot execute of insert into employee ID name age values 1, Razi, 14. നോക്കൂ, അവിടെ നിങ്ങൾക്ക് കാണാം ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിലേക്ക് ആണ് നമ്മൾ 3 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. 1, റാസി, 14 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഐഡിയും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ 3 ഐഡിയും സ്പെസിഫൈ ചെയ്യേണ്ടെന്ന ഒരു ആവശ്യമില്ല, അല്ലാതെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നോക്കൂ, കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് ഓഫ്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ക്വറി എഴുതാണ്. നോക്കൂ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഇനി കൂടുതൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മളുടെ ടേബിളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലും കൊടുക്കാം. നോക്കൂ, അവിടെ ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, അഡ്രസ് ഉണ്ട്, മാർക്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫീൽഡുകളാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ കൊടുക്കാം എന്നുള്ളത് കാണിക്കാനാണ് അവിടെ 3 വാല്യൂസ്
ഇൻസേർട്ട് ക്വറി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇൻസേർഷൻ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ 3 റോസിൻ്റെ ഇൻസേർഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലുള്ളൊക്കെ ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇൻസേർട്ട് ക്വറി എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് con.commit_of എന്നുള്ളതാണ്. The con.commit_of function writes the changes to the database. നമുക്ക് ബഫറിലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അത് ഡാറ്റാബേസിലേക്ക് ട്രാൻസാക്ഷൻ ആയിട്ട് നടക്കണമെങ്കിൽ, അവിടെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ con.commit_of ഫംഗ്ഷനെ കോൾ ചെയ്യണം. നമുക്ക് പിന്നീട് നമ്മൾ ആ കണക്ഷനെ ക്ലോസ് ചെയ്യുന്നു. con.close_of. Then next select query-ആണ്. എന്തിനാണ് സെലക്ട് query? നമുക്കറിയാം, fetch or select values from a table. ഒരു ടേബിളിൽ നിന്ന് വാല്യൂസിനെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് query എഴുതുക. നമുക്ക് import SQL3 cons equal to SQL3.connect of database.SQLite cursor equal to con.cursor of cursor.execute of select star from employee. നമുക്ക് ഇവിടെ എംപ്ലോയി ടേബിളിലെ എല്ലാ ഡാറ്റയും നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സിക്യൂട്ട് ഓഫ് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴ്സർ എന്ന് പറയുന്ന റിസൾട്ട് സെറ്റിലായിരിക്കും അവിടെ ഡാറ്റയെല്ലാം ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അതിൽ 1 by 1 ആയിട്ട് മൾട്ടിപ്പിൾ റോസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എംപ്ലോയീസിൻ്റെ ഡാറ്റ എംപ്ലോയി ടേബിളിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐട്രേറ്റീവ് മാനറിൽ അവിടെ നിന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഫോർ ഇൻ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫോർ റോ ഇൻ കഴ്സർ, ദെൻ ഫുൾ കോളൺ ആണ്. നമുക്കറിയാം ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത്. ഫോർ ഇൻ ഉപയോഗിച്ചുകൊണ്ട് കഴ്സർ എന്ന് പറയുന്ന റിസൾട്ട് സെറ്റിലെ ഓരോ വാല്യൂസും എവിടേക്ക് എടുക്കുന്നു, റോയിലേക്ക് എടുക്കുന്നു. അതായത് 1 by 1 ആയിട്ട് ഓരോ എംപ്ലോയിയുടെയും ഡാറ്റ റോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എടുക്കുന്നു. എന്നിട്ടോ പ്രിന്റ് ഓഫ് റോ, ആ റോയെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നു. അപ്പോൾ കഴ്സറിൽ എത്രത്തോളം റോസ് അവിടെ വന്നിട്ടുണ്ടോ അത്രയും റോസ് ഐട്രേറ്റീവ് മാനറിൽ റോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എടുക്കും. അതിനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഫൈനലി con.close_of. Here for loop is used to fetch data from result set cursor to print data from the table. ടേബിളിൽ നിന്ന് എടുക്കുന്ന ഡാറ്റയെ നമ്മൾക്ക് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ റിസൾട്ട് സെറ്റായിട്ട് ഹോൾഡ് ചെയ്യാനാണ് കഴ്സർ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് 1 by 1 ആയിട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫോർ ലൂപ്പും ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ദെൻ ഡിലീറ്റിംഗ് ടേബിൾ വാല്യൂസ്. എങ്ങനെയാണ് ടേബിളിൽ നിന്ന് വാല്യൂ ഡിലീറ്റ് ചെയ്യുന്നത്? നോക്കൂ, import SQLite 3 cons equal to SQLite 3.connect of my_database.SQLite. ഇവിടെ വേറൊരു ഡാറ്റാബേസ് ആണ് ഉപയോഗിച്ചതെന്നേ ഉള്ളൂ. cursor equal to con.cursor of, then con.execute of delete from school where id is equal to 2. നമുക്കറിയാം എന്താണ് ഈ കുറി എഴുതിയിരിക്കുന്നത് അല്ലേ. അവിടെ ID 2 ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്കൂൾ എന്ന് പറയുന്ന ടേബിളിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ റോയെ ഡിലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് അത് എക്സിക്യൂട്ട് ഓഫ് മെത്തേഡിൽ നമ്മൾ എഴുതി. എന്നിട്ട് con.commit_of അല്ലേ, അത് ഡാറ്റാബേസിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, commit_of ഫംഗ്ഷനെ കോൾ ചെയ്യണം. നമുക്ക് con.commit_of, then con.close_of. To execute SQL commands using Python, simply pass the SQL statements to the con.execute_of method. con.execute_of method ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, SQL സ്റ്റേറ്റ്മെൻറ്റിനെ പൈത്തണിൽ നമ്മൾ SQLite അല്ലെ പോലുള്ള ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. ഇനി SQL സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ എ സിമിലർ മാനർ. ഏത് SQL സ്റ്റേറ്റ്മെൻറ്റുകളെയും ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് കഴിയും. ഇത്രയുമാണ് നമ്മൾ ഡിജാങ്കോയിൽ എങ്ങനെയാണ് SQLite ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് പറയാം. ഇവിടെ
എങ്ങനെയാണ് SQLite ഡാറ്റാബേസുമായിട്ട് കണക്ടിവിറ്റി നടത്തുന്നത്. ആദ്യം വേണ്ട ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. SQLite 3 എന്ന് പറയുന്ന മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് കണക്ട് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ടിവിറ്റി നടത്തണം. ദെൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ എക്സിക്യൂട്ട് ഓഫ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നിടത്തും എക്സിക്യൂട്ട് ഓഫ് മെത്തേഡ്, ദെൻ കമ്മിറ്റ് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാബേസിൽ ചേഞ്ചസ് വരുത്തുന്നു. ഫൈനലി ദെൻ സെലക്ട് ക്വറി എഴുതുമ്പോൾ നമുക്ക് റിസൾട്ട് സെറ്റിലേക്ക് അതിലെ ടേബിളിലെ ഓരോ റോസും നമുക്ക് കിട്ടും. അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. ദെൻ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്തും കമ്മിറ്റ് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്.